CUT UG വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഏകദേശം 6ഓളം കോഴ്സുകൾക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17th ജൂലൈ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സയൻസ് കോഴ്സുകൾ വൺ ഓഫ് ദി പേര് കേട്ട യൂണിവേഴ്സിറ്റികൾ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് cup.samarth.edu.in എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, അപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അടിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചോയ്സ് ഫില്ലിംഗ് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ കോഴ്സ് കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബി ഫാർമസി എന്ന് പറയുന്ന കോഴ്സിൽ എന്തൊക്കെയാണ് അതിന്റെ ഡൊമൈൻ കാര്യങ്ങൾ. ബാച്ചിലേഴ്സ് ഇൻ ഫാർമസി ആണ്. അതിന്റെ ഡൊമൈൻ സബ്ജക്ട് കാര്യങ്ങളിലൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഡൊമൈൻ സബ്ജക്റ്റിൽ പറയുന്നുള്ളത്. പിന്നെ വരുന്ന കോഴ്സാണ് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഈ ഒരു കോഴ്സിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് മാത്സ് എഴുതിയിരിക്കണം. അത് രണ്ട് നിർബന്ധമാണ്. കൂടാതെ നിങ്ങൾ ഒന്നെങ്കിൽ കെമിസ്ട്രി എഴുതണം, അല്ലെങ്കിൽ ബയോളജി എഴുതണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഴുതണം. ഈ 3 സബ്ജക്ട്, ഈ മാത്സും ഫിസിക്സും നിർബന്ധമായി എഴുതണം. കൂടാതെ ഈ 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കോഴ്സാണ് BA LLB ഹോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു BA LLB ആയിട്ടുള്ള BA LLB കോഴ്സാണ്. കമ്പാരിറ്റീവ്ലി ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാംഗ്വേജ് ജനറൽ ടെസ്റ്റ് എഴുതിയാൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് സബ്ജക്ട് ക്രൈറ്റീരിയയിൽ പറയുന്നുള്ളത്. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സസിൽ ഇവിടുത്തെ കൺസിഡർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ബാച്ചിലേഴ്സ് ഇൻ BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ബയോളജിക്കൽ സയൻസ് വിത്ത് ഹോണേഴ്സ് എന്നുള്ള കോഴ്സാണ്. അതിൽ ബയോളജി എഴുതണം, അതുപോലെ ബയോളജി മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കോഴ്സാണ് BBA ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ BTech MTech ഡുവൽ ഡിഗ്രി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നുള്ള കോഴ്സ്. ഇത് ഒരു BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം തന്നെയാണ് ഇതും. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡൊമൈൻ ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 6ഓളം കോഴ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ, അലിഗഡ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അതിലൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. കൂടാതെ ഇപ്രാവശ്യമൊക്കെ ഒരുപാട് മലയാളീസ് ഒക്കെ പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ സയൻസ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും എന്തായാലും. അതുപോലെ തന്നെ നല്ല ഫാക്കൽറ്റീസ് കാര്യങ്ങൾ കൂടിയാണ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇതിന്റെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT UG ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ CUT UG ആയിട്ടുള്ള കംപ്ലീറ്റ് ഏതൊക്കെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ വിളിച്ചു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വരുന്നതായിരിക്കും. ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.